ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇനി ഞാനേ നമ്മുടെ മാംഗോ വെച്ചിട്ട് നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ അതിനാവശ്യമുള്ള സാധനങ്ങൾ പാലുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ ഞാൻ ഇങ്ങനെ ഇച്ചിരി പാലിൽ കസ്റ്റേർഡ് പൗഡർ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുന്തിരിയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. ഇത് ഓപ്ഷനാണ്, ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ. അങ്ങനെ ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാദ്യം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാങ്ങ അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ അടിച്ച് ആദ്യം നമ്മളിനി ചെയ്യേണ്ടത് മാങ്ങ നമ്മുടെ അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നല്ല പൾപ്പാക്കി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അതിനു മുമ്പ് ചെയ്യേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ പാല് നമ്മളൊന്ന് കാച്ചാൻ വെക്കണം, കുറച്ച് പഞ്ചസാരയും ചേർക്കണം, മധുരം നമ്മൾ നോക്കി ചേർക്കണം. ഒരുപാട് മധുരം എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ മധുരം കുറച്ച് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ആ പാല് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് നമ്മൾ ഈ കസ്റ്റേർഡ് കലക്കിയതൊന്ന് ഒഴിച്ച് ചെറിയതായിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളത് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ മാങ്ങയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാങ്ങ അരിഞ്ഞിട്ടേ. അങ്ങനെ ഞാൻ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ അരിഞ്ഞ് വെച്ചു. അത് മിക്സിയിൽ അടിക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞേ അടിക്കുന്നുള്ളൂ. ഇനി പാല് കാച്ചി അത് ഒന്ന് തണുക്കാൻ വെക്കണം. ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ മാങ്ങ അടിച്ചത് ചേർക്കാൻ പാടുള്ളൂല്ലോ, അതുകൊണ്ട് ഞാൻ പാല് കാച്ചട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ട് ഗ്യാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാലങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പാല് കാച്ചുമ്പോൾ തന്നെ അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി എടുക്കാം. ഞാൻ ഇതിലേക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് മധുരം ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു 3 സ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ബർത്ത്ഡേക്ക് കേക്കും അതും ഇതുമൊക്കെ അല്ലേ മേടിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന്. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും കൂടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും മതി, എന്തിനാ കേക്കൊക്കെ മേടിക്കുന്നതെന്ന്. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ എൻ്റെ ഓവൺ ഇപ്പോൾ കേടായിപ്പോയി, അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആയിക്കോട്ടെ എന്ന്. അപ്പോഴിത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. നേരത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനി ഇതെന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമാണല്ലോ. വല്ലപ്പോഴുമൊക്കെ നമ്മൾ എന്തെങ്കിലും മധുരവും അതൊക്കെ ഉണ്ടാക്കി കഴിക്കണമല്ലോ. എപ്പോഴും മധുരം കഴിക്കുന്നത് നമുക്ക് അത്ര ശരിയല്ല. എങ്കിലും വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം, ഇത് കണക്കൊക്കെ ഉണ്ടാക്കി നോക്കണം. നല്ലതുപോലെ തിളക്കട്ടെ ഒന്ന്. ഇനി ഇതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കലക്കി പാല് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊഴിക്കണം കേട്ടോ. അതൊഴിക്കാൻ കട്ടിയാവാതിരിക്കണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിട്ടേ എനിക്കിത് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റേർഡ് പൗഡർ കലക്കി വെച്ചിരുന്നല്ലോ, അതുകൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത്
കട്ട പിടിക്കും. ഞാൻ ഇച്ചിരി ഒന്ന് കൈയെടുത്തപ്പോൾ തന്നെ അത് കട്ട പിടിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ഇളക്കി ഈ പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വീഡിയോയും കൂടെ എടുത്തപ്പം രണ്ടും കൂടെ ശരിയാവാതായി കേട്ടോ. അതുകൊണ്ടാണ് ഇത്. ഇനി ഒന്ന് കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ മിക്സിയിൽ അപ്പോഴത്തേക്കിന് അടിച്ചെടുത്തിട്ട് അങ്ങനെ നമുക്കിതാട്ടോ. നല്ലപോലെ കലങ്ങി നല്ലപോലെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം. ഞാൻ മധുരം നോക്കിയപ്പം കസ്റ്റേർഡ് മിൽക്കിൽ അത്ര മധുരം ഇല്ല കേട്ടോ. ഇനി മാങ്ങയിൽ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് അടിക്കാം. ഇച്ചിരി മാങ്ങയിൽ പഞ്ചസാരയും കൂടി ഇട്ട് വേണം ഇനി അടിക്കാൻ. അന്നേരം നമുക്ക് ഈ മാങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടണം. ഇതിന് ഇച്ചിരി മധുരം കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ മാങ്ങയും നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് തണുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെട്ടം കുറവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുറത്ത് മഴയുടെ നല്ല ഇരുണ്ട കോളാണ്. പിന്നെ ഈ കിച്ചണിലാണെങ്കിൽ വേറെ ഇവിടെ നമ്മുടെ സ്ലാവിൻ്റെ കീഴിൽ ബൾബില്ല. അതുപോലെ തന്നെ ട്യൂബ് ഇട്ടാൽ അത് എളുപ്പം ഇടിയോ മഴയോ ഒക്കെ വരുമ്പോൾ അടിച്ചു പോകുന്നുണ്ട്. ട്യൂബ് കിടക്കത്തേ ഇല്ല. ട്യൂബായിരുന്നു, അന്നേരം നല്ല വെട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ല കേട്ടോ. ഇതുവരെ തണുത്തിട്ടില്ല. തണുക്കാതെ നമ്മളിത് ഒഴിച്ചാൽ ശരിയാവത്തില്ല. ഈ പരുവം നമുക്ക് മതി കേട്ടോ. ഓവറായിട്ട് ആക്കിക്കഴിഞ്ഞാലും ചിലപ്പം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. ഇത് തന്നെ എനിക്കറിയാൻ വയ്യ. പുഡിങ്ങിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ നമ്മൾ തന്നെ എടുക്കുന്ന വീഡിയോ ഒക്കെ ആയതുകൊണ്ടേ കുറച്ച് പോരായ്മകൾ എല്ലാ വീഡിയോകളിലും ഉണ്ട് എന്ന് എനിക്കറിയാം. കുറച്ചല്ല, നല്ലതുപോലെ ഉണ്ട്. എങ്കിലും വീട്ടിൽ ഇരിക്കുകയല്ലേ, വെറുതെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളൂ. അന്നേരം നമ്മുടെ സമയം പോകാനും നമ്മൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനും അതൊന്നും വയ്യ. അതിനു വേണ്ടിയാണ് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങി. ഇപ്പം ഇവിടം വരായി. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തത് ഇത് കണക്കൊരു ബൗളാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് സൈസ് ബൗളുണ്ടോ അത് കണക്കിട്ട് എടുത്താൽ മതി. ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് പിന്നെ ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതെടുത്ത്. അതിൻ്റെ ചെറുതുണ്ട്, പക്ഷേ അത് ചിലപ്പം ഇത് കൊണ്ടില്ലെങ്കിലോ ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാനിതെടുത്ത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ഇത് കണക്കത്തെ ബൗളോ അല്ലെങ്കിൽ ഇത് കണക്കുള്ള ബൗളുകളാണല്ലോ, അത് ഇങ്ങനെയുള്ള ബൗളുകളോ അങ്ങനെയൊക്കെ ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഇത് കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ മാങ്ങ അടിച്ചത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതോടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെച്ചിരുന്നാൽ മതി. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്. തണുത്തട്ടെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലായാലും വെക്കാൻ പാടുള്ളൂ, അല്ലാതെ വെക്കാൻ പാടില്ല കേട്ടോ. വേണ്ട. അപ്പോഴും അങ്ങനെ നമ്മൾ ചെറിയ രീതിയിലൊരു പുഡിംഗ് ഉണ്ടാക്കി. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെട്ടക്കുറവിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ച് തൂവി കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇടണോ വേണ്ടായോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ.
എന്തായാലും ഇച്ചിരി പൊടിച്ചിട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. നോക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിനകത്ത് കാഷ്നട്ട് ഇങ്ങനെ പൊടിച്ച് മേളിൽ ഇട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഇട്ടാൽ ടേസ്റ്റ് കൂടും എന്നന്ന് അറിഞ്ഞു. എന്ന് എല്ലാവരും പറയുന്നത് ടേസ്റ്റ് കൂടുമെന്നാണ്. 2 മുന്തിരിങ്ങയും ഉണക്കമുന്തിരി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരുപാട് എടുക്കുന്നില്ല. താണ്ടേ ഇത്രയുമേ എടുത്തുള്ളൂ കേട്ടോ. അതൊന്ന് പൊടിച്ചതിൻ്റെ മേളിലൊന്ന് തൂവി കൊടുക്കാം. അതിൻ്റെ മേളിൽ നമുക്കൊന്ന് തൂവി കൊടുക്കാം. കുറച്ചേ ഇടുന്നുള്ളൂ, എന്തെങ്കിലും വ്യത്യാസം വന്നാലോ എന്നൊരു പേടി. സാധാ സിമ്പിളായിട്ട് ചെയ്യുന്ന സംഭവമാണല്ലോ. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇത് എൻ്റെ ബുദ്ധിയിൽ തോന്നിയതാണ് കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ഇങ്ങനെ മേളിൽ ഇച്ചിരി ഇടുന്നതൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയാം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ. സാധാ ഫുഡിങ് എപ്പോഴും ഇതൊന്നും ചേർക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കാം, അങ്ങനെ ഉണ്ടാവും എന്നൊന്നറിയാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ്. ഇനി ഞാനിതിലേക്ക് 2-3 മുന്തിരി കഷ്ണവും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാമല്ലോ. എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചങ്ങ് താഴ്ന്നു പോയി. അപ്പോഴിനി ഇത് സെറ്റായിട്ട് നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാവുമോ എന്ന്. നമുക്കിതിനെ ഇങ്ങനെ അടച്ച് വെച്ച് വേണം വെക്കാൻ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും ഇങ്ങനെ നല്ലപോലെ വൃത്തിയായിട്ട് അടച്ച് വെക്കണം. വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഹായ് ഫ്രണ്ട്സ്, അന്ന് ഞാൻ ഫുഡിങ് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ എടുത്തതിനകത്ത് ചെറിയൊരു കംപ്ലൈൻറ്റ് പറ്റി. എന്താണെന്ന് വെച്ചാൽ ആ ഫുഡിങ് എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോഴത്തേക്കിന് അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന വിധം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. ഫുഡിങ് നല്ലപോലെ വന്നായിരുന്നു കേട്ടോ, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ വീഡിയോ അത് ഫുഡിങ് ആയി കഴിഞ്ഞുള്ള വീഡിയോ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, അതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്.